അമേരിക്ക ഇറാൻ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. മാർച്ച് 19. അന്ന് സാറ് ഒരു പ്രഡിക്ഷൻ നടത്തിയിരുന്നു. ഇത് എങ്ങും എത്താൻ പോകുന്നില്ല. ഈ അമേരിക്ക ഈ കാണിക്കുന്നതൊക്കെ വെറും ഒരു ഓലപ്പാമ്പാണെന്ന് സാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കാര്യങ്ങൾ അതിലേക്കല്ലേ സാർ വരുന്നത്? ശരിയാണ്, നമ്മളന്നങ്ങനെ പറഞ്ഞിരുന്നു. ഇത് നമ്മുടെ റഷ്യൻ യുക്രൈൻ വാർ വന്നപ്പോഴും നമ്മളിതുപോലെ വിചാരിച്ചാണ്. ആൾക്കാരെല്ലാം അല്ലേ നമ്മളൊക്കെ വിചാരിച്ചാണ്. ഒരാഴ്ച കൊണ്ട് അടിച്ച് നിരപ്പാക്കി. ഇപ്പം 3 വർഷമായിട്ട് ഇപ്പോഴും അത് നിൽക്കുന്നു. അതുപോലെ ഈ യുദ്ധം എനിക്ക് ഓർമ്മ വരുന്നത്, ഈ 2 ഗുണ്ടകളിൽ ഒരു ഗുണ്ട മറ്റു ഗുണ്ടയുടെ മീശയ്ക്ക് പോയി ഒന്ന് തോണ്ടുക. അപ്പൊ ആ ഗുണ്ട തോണ്ടിയ ഗുണ്ട എടുത്തിട്ട് പെരുമാറുക, പിന്നെ കിടന്ന് നിലവിളിക്കുക. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്ക നിൽക്കുന്നത്. ഈ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങുന്നത് പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യം ന്യൂക്ലിയർ വെപ്പൺ ആ ഭാഗത്ത് പശ്ചിമേഷ്യൻ മേഖലയിൽ ഉണ്ടാകരുത് എന്നുള്ള ഇസ്രയേലിന്റെ പിന്നെ ആവശ്യം. യുറേനിയം കാണാൻ പാടില്ല, അതവിടെ നിന്ന് മാറ്റണം. ന്യൂക്ലിയർ വെപ്പൺസ് ആഴ്സണറീസ് എല്ലാം മാറ്റണം, എൻറിച്ച് യുറേനിയവും മാറ്റണം എന്നുള്ളതായിരുന്നു അത് അവരുടെ ന്യായമായ ഒരു ആവശ്യമാണ്, നിലനിൽപ്പിന്റെ ആവശ്യമാണ്. കാരണം ഈ കാലം അവര് നിലവിൽ വന്നതിന്റെ 7ാമത്തെ ദിവസം തൊട്ട് അവര് ഇവരുമായിട്ട് അടികൂടുകയാണ്. പക്ഷെ എന്നിട്ട് അവരുടെ രോമത്തിൽ പോലും ഇവർക്ക് തൊടാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതൊരു ജെന്യൂനായിട്ടൊരു കോസിനെ ഈ അമേരിക്ക വന്ന് കയറി. അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓർമ്മയുണ്ടോ? ഈ അമേരിക്കയ്ക്ക് പറ്റിയ ഒരു അബദ്ധം, അണ്ടർ എസ്റ്റിമേഷൻ. 3 കാര്യങ്ങൾ. ഒന്ന്, അവരുടെ ഇറാന്റെ ഓയിൽ പവർ, നമ്മുടെ ഇതുണ്ടല്ലോ ഹോർമൂസ് പവർ, പിന്നെ റഷ്യയും ചൈനയും ചേർന്നുള്ള സപ്പോർട്ട്. ഈ 3 പവറും ഇവര് ഇത് ചെയ്തു. ഈ അമേരിക്ക വിചാരിച്ചത് ഒരാഴ്ച കൊണ്ട് പിന്നെ അവിടെ ഇവർക്ക് ഇസ്രായേലിന് വേറൊരു മിസ്കാൽക്കുലേഷൻ പറ്റിയത്, ഈ അവരുടെ റെജീം ചേഞ്ച് വരുമ്പോൾ കാര്യങ്ങളൊക്കെ മാറും എന്നുള്ളായിരുന്നു റഷ്യ. ഇത് നമ്മൾ അന്നും പറഞ്ഞാണ്. പക്ഷെ ഇത് ഒന്നും നടന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഖമനേയി അക്കാര്യത്തിൽ വളരെ ഇവരെക്കാൾ കുറച്ചൊരു ഷൂഡായിട്ട് ചിന്തിച്ചിരുന്നു. അങ്ങനെ ഈ 31 കമാൻഡ്സിനെ പറ്റിയാണ് അതായത് ഈ 32 പേരെ ഒരുമിച്ച് കൊല്ലാതെ അവിടെ ഒന്നും നടക്കില്ല. അത് അസാധ്യമാണ് താൻ. പക്ഷെ എന്നിട്ടും ഒരുപാട് ആൾക്കാരെ വകവരുത്തി എന്നുള്ള വാസ്തവം. പക്ഷെ എന്നാലും റൂട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ആരെങ്കിലും ഒക്കെ എവിടേക്ക് അവശേഷിക്കുന്നു. ആ രാജ്യം നമ്മൾ അവരുടെ ഹിസ്റ്ററി മനസ്സിലാക്കണം. അവര് 8 തൊട്ട് 10 വർഷം വരെ അവര് ഇറാഖുമായിട്ട് അടിച്ച യുദ്ധം ചെയ്ത ഒരു രാജ്യമാണ്. അപ്പൊ അവർക്ക് അവരുടെ ബ്ലഡില് പിന്നെ ഇതുണ്ട്, യുദ്ധമുണ്ട്. അവരൊരു സിവിലൈസേഷണൽ കൺട്രി അല്ലേ സാർ? അവർക്ക് ഒരു ചരിത്രവും ഉള്ള രാജ്യമാണ്, കൾച്ചറുള്ള രാജ്യമാണ്. പിന്നെ യുദ്ധത്തെ കുറിച്ച് നമ്മുടെ MT വാസുദേവന്മാരുടെ 2ാം ഊഴത്തിൽ പറയുന്നുണ്ട്, ദ്രൗപദിക്ക് യുദ്ധത്തെ കുറിച്ച് കേൾക്കാനായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹം. ഭീമൻ അടുത്തുള്ളപ്പോഴും അർജുനൻ വരുമ്പോ അർജുന നീ യുദ്ധത്തെ കുറിച്ച് പറയൂ എന്നായിരുന്നു അവരുടെ. അപ്പൊ യുദ്ധം ആൾക്കാർക്ക് ഒരു ഹരമായിട്ടുള്ള ഒരു ജനവിഭാഗം ഉണ്ട്. അപ്പോ എന്തായിരുന്നാലും നമ്മളിപ്പോ അവര് തുന്നം പാടി നിൽക്കുന്ന ഒരവസ്ഥ. ഈ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നൊരവസ്ഥയിലാണ് അമേരിക്ക. ഇപ്പോ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡിജിറ്റൽ കരാറൊക്കെ ഉണ്ടാക്കിയത്. അതൊന്നും ആയിട്ടുമില്ല. പക്ഷെ അതിനകത്ത് തന്നെ അത് ശരിക്കും പുറത്തു വന്നിട്ടില്ല. എന്തൊക്കെയാണ് അതിനകത്ത് പിന്നെ കണ്ടീഷൻസോ അതിനകത്ത് എഗ്രിമെന്റ്സ് ഒന്നും പുറത്തു വന്നിട്ടില്ല. പുറത്ത് വന്നതിൽ കേൾക്കുന്നതിനകത്ത് വളരെ രസകരമായ കാര്യങ്ങളാണ്. അതായത് ഈ ഇതുവരെ ഹോർമൂസില് കടലിടുക്കിടെ കൂടെ ഉള്ള ഗതാഗതം വളരെ ഫ്രീ ആയിരുന്നു. ആർക്കും അതിനകത്തൊരു പ്രത്യേകിച്ചൊരു കൺട്രോളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താണ് ഇറാൻ പറയുന്നത് അവർക്ക് അവിടെ കപ്പം കൊടുക്കണമെന്ന് പറഞ്ഞു. അതിപ്പോ ഏകദേശം എഗ്രി ചെയ്യുന്ന രീതിയിലോട്ട് പോവുകയാണ്. അത് എഗ്രിമെന്റ് ആയിട്ടില്ല, പക്ഷെ എന്തെങ്കിലും അവർക്കൊരു സ്റ്റേക്ക് വരുന്ന ഒരു നിലയിലോട്ട് കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടോ അവരെ കുറെ അസറ്റ്സ് ഒക്കെ അവർ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു. വർഷമായിട്ട് ഉപരോധം, ഇറാന്റെ മേലിൽ ഉപരോധം അത് പിന്നെ മുതുക്കെ റിലീസ് ചെയ്യാൻ പോവാണ്.
റീസിമർക്ക് കിട്ടുന്ന ഒരു വലിയ ബൊനാൻസയാണ്. ഇത്രയും കാശ് അവരുടെ കയ്യിൽ വരികയാണ്. അതുപോലെ തന്നെ അവരുടെ എണ്ണ, അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ കുറിച്ച് മറ്റു രാജ്യങ്ങൾക്ക് ഇവർ എംബാർഗോ വെച്ച് അവർക്ക് എണ്ണ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പിന്നെ അത് പോയിട്ടോ ഒരു 300 ബില്യന്റെ ഒരു ഡെവലപ്മെന്റ്, ഇറാന്റെ ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആണ്. അത് അമേരിക്ക അല്ല കൊടുക്കുന്നത്, അത് അതാണ് അമേരിക്കയുടെ കുത്തിത്തിരിപ്പ്. അതെ. അവിടുത്തെ പിന്നെ ഗൾഫിലും ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ ഉള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാണ് അവരത് പറയുന്നത്. ഇവൻ വട്ടനാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കുതന്ത്രങ്ങൾ ചെയ്യാൻ വലിയ മിടുക്കനാണ് നമ്മുടെ പിന്നെ ട്രംപ്. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഇത്രയും കാശ്, വലിയ കാശ് അവരുടെ ഇറാന്റെ കയ്യിൽ വരാൻ പോകുന്നത്. വന്നു കഴിയുമ്പോൾ അവരുടെ സ്വഭാവം വീണ്ടും മാറും. അവര് കുറെ കൂടെ പിന്നെ പവർഫുൾ ആകുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു കരാറൊക്കെ, ഈ പറയുന്ന കരാറുകളൊക്കെ ഉണ്ടായാൽ തന്നെയും ഇവരിത് ഓണർ ചെയ്യുന്നതിന് ചെയ്യുമെന്നുള്ളതിന് യാതൊരു ഷുവർട്ടി ഇല്ല. ഒരു ഉറപ്പില്ല. തീർച്ചയായിട്ടും അവര് വയലേറ്റ് ചെയ്യും. കാരണം ഇത്രയും കാശാ വന്ന് കയറുന്നത്. ഈ കാശ് വന്ന് കയറുമ്പോ പിന്നെ ആൾക്കാർക്ക് ഈ പണത്തിന് മേലെ പരന്തും പറക്കുന്നില്ലെന്നാണല്ലോ പറയുക. അപ്പൊ അത് ഈ കാശിനൊരു വലിയൊരു പ്രശ്നമുണ്ട്. അത് വന്നു കഴിയുമ്പോൾ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മളിൽ ഡെവലപ്പ് ചെയ്യും. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. അപ്പോ ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വേറെ പ്രശ്നമുണ്ട്. ഈ യുദ്ധം ഇവര് 3 പേരുമായിട്ടാണ് തുടങ്ങിയതെങ്കിലും അതാണ് എന്റെ പോയിന്റ്. ഇപ്പോ ഇസ്രായേല് പിന്നെ ഇതിന്ന് ടോട്ടലി ഔട്ടാണ്. ഇപ്പൊ ഇവര് തമ്മിലാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ടാണ് തുടങ്ങിയ യുദ്ധമാണ്. ഈ ഡിസ്കഷനിലൊന്നും ഇസ്രായേലില്ല. പിന്നെ ഇത് എങ്ങോട്ടാണ് ഇതിന്റെ ഡയറക്ഷൻ? അവർക്ക് അവരുടെ കാര്യം നോക്കാൻ അറിയാം. കാരണം അവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7ാമത്തെ ദിവസം തൊട്ട് അവര് ഫൈറ്റ് ചെയ്യണം. പിന്നെ അവര് അവിടെ ഈ പറഞ്ഞ ഹിസ്ബുള്ളയുമായിട്ടും ഹൂത്തികളുമായിട്ടും ഹമാസുമായിട്ടും ഒക്കെ തന്നെ അതാണ് അതെല്ലാം ഇവരുടെ പ്രോക്സിയാണ്, ഇറാന്റെ പ്രോക്സിയാണ്. അവരാണ് അവർ ഡയറക്റ്റ് ആയിട്ടുള്ള അവരുടെ എനിമീസ്. അപ്പൊ അതവര് അനിശ്ചിതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒക്ടോബർ 7-ാം തീയതി പിന്നെ ഇവര് ഇരച്ചു കയറി അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ കുഴിച്ച് പിന്നെ വെട്ടിക്കൊള്ളുകയും ഒക്കെ ചെയ്ത് അടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ അവര് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരിപ്പോ അവർക്കിപ്പോ എനിക്ക് തോന്നുന്നു അവർ ഉണ്ടാക്കുന്ന അവരുടെ എഫേർട്ട് ഒരു ബഫർ സോൺ ഉണ്ടാക്കുക. ഇവർക്കൊരു ബഫർ സോൺ ഉണ്ടായി കഴിയുമ്പോ ഈ വളരെ പെട്ടെന്നൊന്നും ഇവർക്ക് അതിർത്തി ഭേദിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ ഇവരെ പുഷ് ചെയ്ത് ഒരിടത്തോട്ട് ഒതുക്കുക. അതാണ് അവരുടെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി. അതവർ ചെയ്യും. അത് ചെയ്തിട്ട് അവർ ബാക്കി നിർത്തുള്ളൂ. ബാക്കി ഇവിടെ അമേരിക്കയല്ല, ഇനി ആര് പറഞ്ഞാലും അവര് അത് അവരുടെ ന്യായമായ കാര്യമാണ്. അന്ന് ശരിക്കും പറഞ്ഞാല് അന്ന് ഈ പറഞ്ഞ ജനങ്ങളെയൊക്കെ കയറി വെട്ടിയും കുത്തുകയും തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ആരും പിന്നെ കരഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഇവരെ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് തിരിച്ചുള്ള കരച്ചിൽ. അതാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ലോകത്തിന്റെ ഒരു കപട മുഖം നമ്മൾ മനസ്സിലാവും, നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യക്കാരുടെ. അപ്പൊ അത് അവർ നടന്നുകൊണ്ടിരിക്കട്ടെ, നടക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായാൽ തന്നെയും, തൽക്കാലം എഗ്രിമെന്റ് ഒക്കെ ഉണ്ടായാൽ തന്നെയും ഇറാൻ ഒരിക്കലും ചുമ്മാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാശ് കൂടുതൽ വരികയാണ്, ഇഷ്ടംപോലെ കാശ് വരികയാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ ഒരു ഗുണം പറ്റും, നമ്മുടെ ഓയിൽ പ്രൈസ് ഒക്കെ കുറച്ചിട്ട് താന്നോ നമ്മുടെ പ്രീ വാറിനും താഴെ ആയി കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇവന്മാരെ വിശ്വസിച്ച് നമ്മുടെ പ്രൈസും കുറയ്ക്കാൻ പറ്റുന്നില്ല. കാരണം ഏത് നിമിഷവും ഇത് വീണ്ടും കൂടാമല്ലോ. അപ്പൊ ആ ഒരു വിഷമസ്ഥിതിയിലാണ് നമ്മള്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റെല്ലാം പൊങ്ങാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. അമേരിക്ക മറ്റ് സ്ഥലങ്ങളിൽ തോറ്റോടിയതുപോലെ ഇവിടെയും. പക്ഷെ അവർക്ക് അതിൽ നിന്നും അവർ പാഠം പഠിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ 7ാം പടക്കപ്പൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ അവര് അവിടെ കടലിൽ കൂടെ വരുന്ന വലിയ ഇങ്ങനെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ പിന്നെ ചില മൂവിയിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാണിക്കുന്ന പോലെ വരുന്നതൊക്കെ നമ്മളൊക്കെ ഉണ്ട്. എവിടെ പോയി ഇപ്പോ 7ാം പടക്കപ്പല്? ആ വ്യൂഹമൊക്കെ എവിടെ പോയി? ഒന്നും ചെയ്തില്ല. അവർക്ക് വേണം, അവർക്ക് അത്രയും ഭയങ്കര എക്സ്പെർട്ടൈസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരാഴ്ച കൊണ്ട് എല്ലാം കൂടെ കൊണ്ടുവന്ന് വാരി വലിച്ച് അവിടെ ഇട്ടിട്ട് യുവമാരെ ഇതായി കൂടായിരുന്നു. അത് പറ്റില്ല.
കാരണം ഇവന്റെ കയ്യിൽ അതിനെക്കാട്ടിലും കൂടുതൽ സാധനം ഇരിപ്പുണ്ട്. എന്ന് മാത്രമല്ല, ഇറാൻ ഒരു വലിയ കൺട്രിയാണ്. ഒരുപാട് മലയും കുന്നും ഒക്കെ ഉണ്ട്. ഈ മുമ്പ് പറഞ്ഞ പോലെ ഈ 33 കമാൻഡ് സെന്റേഴ്സ് ഇത് 33 സ്ഥലങ്ങളിലായിട്ടാണ്. ഇത് അമേരിക്കക്ക് ഇങ്ങനെ അറിയാം ഇത് എവിടെയൊക്കെയാണ് അവർ ഒളിച്ചിരിക്കുന്നതെന്ന്. അത് അവിടെ ഹോർമൂസിൽ സംഭവിക്കുന്നതാണ്. അതെ, ഹോർമൂസില് അവർ ഒളിച്ചിരുന്നാണ്. മലയാണല്ലോ അവിടെ ആ തീരഭാഗത്ത്. അവിടെ ഒളിച്ചിരുന്നിട്ടാണ് പിന്നെ അവര് കപ്പലുകളെ വേട്ടയാടുന്നത്. ഇപ്പൊ വേറൊരു രസം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ ആൾട്ടർനേറ്റീവ് റൂട്ട് കൂടെ കൊണ്ടുപോകാൻ പാടില്ലെന്നാണ്. അത് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഇവര് വിടുന്നില്ല. ഹോർമൂസിൽ കൂടെ വേണ്ട, ശരി, ആൾട്ടർനേറ്റീവ് ഇപ്പുറത്ത് കരിങ്കടൽ വഴി ചെങ്കടൽ വഴി പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ള ഒരു റൂട്ട് സൗദി അറേബ്യ പിന്നെ ട്രൈ ചെയ്തപ്പോ പ്രപ്പോസ് ചെയ്തു. അവരുടെ കപ്പൽ അതുവഴി മൂവ് ചെയ്തപ്പോഴത്തേക്ക് അതിനെ അറ്റാക്ക് ചെയ്തു. അതായത് ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിലോട്ട് ഇറാൻ എത്തിയിരിക്കുകയാണ്. അപ്പോ ഈ ആൾട്ടർനേറ്റീവ് റൂട്ടിൽ കൂടെ പോലും എൻ്റെ അടുത്തൂടെ കൊണ്ടുപോകേണ്ട, നീ അപ്പുറത്തെ അവന്റെ പിന്നെ പര്യടനത്തിന് അപ്പുറത്തൂടെ പോലും നടക്കരുതെന്ന് പറഞ്ഞൊരവസ്ഥയിൽ ഇറാൻ അത്രയും അഹന്ത അവർക്ക് വന്നിരിക്കുന്നു. കാരണം മനസ്സിലായി അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരെ അത്രയും അവർ വിചാരിച്ച രീതിയിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഇപ്പൊ അവര് ഈ ഇതിൽ നമുക്ക് മോറലി തന്നെ അവര് ഭയങ്കരമായിട്ട് പിന്നെ എന്താ പറയുക എൻറിച്ച്ഡ് ആയി എന്ന് വേണം പറയാനായിട്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവിടെ റെജീം ചേഞ്ച് നടക്കില്ല എന്നുള്ളത് എന്തായാലും ഷുവറായി. അന്ന് നമ്മളൊക്കെ ഈ പർദ്ദയ്ക്കെതിരെയൊക്കെ പെൺകുട്ടികളൊക്കെ പർദ്ദ വലിച്ചു കീറുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് നമ്മളെല്ലാം ഒന്ന് ആഗ്രഹിച്ചു പോയതാണ്. പിന്നെ ഇത് ഇപ്പൊ ഇവരെല്ലാം പുറത്തു വരും, ഈ ഇത് നടക്കുമ്പോഴത്തേക്ക് അവരെല്ലാം പുറത്തു വന്ന് ഇവരെ ഇയാളെ പുറത്തായി കഴിയുമ്പോഴത്തേക്ക് അവര് ഫ്രീ ആകുമെന്നൊക്കെ വിചാരിച്ചു. അത് നടക്കില്ല എന്ന് അവർക്കും സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ ഈ പിള്ളേരെയൊക്കെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്തത്. പക്ഷെ ഇപ്പൊ അവർക്ക് മനസ്സിലായി നടക്കില്ല എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടും ഇപ്പൊ ഒരു നമ്മുടെ ഇതിനകത്ത് പറയുന്ന പോലെ ടെന്നീസിൽ പറഞ്ഞ അഡ്വാൻറ്റേജ് ഇറാനാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതിനകത്തുള്ള എന്താ പറയുക, അന്ന് നമ്മളെ അന്വേഷണത്തിന് നമ്മുടെ ഭാരതം അത് ആ ഒരു പോയിന്റ് ആണ്. ഇതിനകത്ത് ഈ പാകിസ്ഥാനും ഖത്തറും ഒക്കെ ഇതിനകത്ത് അനുരഞ്ജനത്തിന് വന്നിട്ടുണ്ട്. അതാണ് അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? അവിടെയാണ് നമ്മുടെ ഭാരതത്തിന്റെ നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അത് നമ്മുടെ ഗവൺമെന്റ് അറിയാമായിരുന്നു ഇതൊരു കൊല്ലാപ്പാണ്, ഇതിനകത്ത് ഇന്ന് തലവയ്ക്കാൻ പാടില്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് കണ്ടാണ് ഈ പറഞ്ഞ രണ്ട് അലവലാദികള്, പിന്നെ രണ്ടും ഫെനറ്റിക് നേഷൻസ് ആണ്, അവര് കയറി കൈവച്ച് പിന്നെ ആകെ എന്താ പറയാ കുളമാക്കി എന്ന് പറയാമല്ലോ. അപ്പൊ അവർക്കെന്ത് ക്രെഡിബിലിറ്റിയാ ഉള്ളത്? അവര് അമേരിക്ക പറയുന്ന വെച്ചാലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ഇറാൻ അത് അംഗീകരിക്കുമോ? ഒരിക്കലുമില്ല. ഇപ്പൊ പെട്ടിരിക്കുന്നത് മുഴുക്കെ ഗൾഫ് കൺട്രീസ് ആണ്. അവരുടെ സെക്യൂരിറ്റി മുഴുക്കെ കാശ് വാങ്ങിക്കൊണ്ട് ചേരുന്നത് അമേരിക്കയാണ്. ഇതിപ്പോ അവരുടെ ആ സെക്യൂരിറ്റി കൊണ്ട് ആവശ്യമില്ല എന്ന് കാണുന്നു. അവിടെയാണ് ഇസ്രയേൽ കയറി ആ സ്പേസിലോട്ട് വരുന്നത്. ഇസ്രയേൽ നമ്മുടെ തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് ഡ്രോൺ ഉണ്ടാക്കുന്നു, സ്പെഷ്യലൈസ്ഡ് ഡ്രോൺ ഉണ്ടാക്കുന്നു. അതായിരിക്കും ഇനിയിപ്പോ ഗൾഫ് മേഖലയിൽ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാവുക. അപ്പോൾ ഈ ഇസ്ലാമിസ്റ്റും പിന്നെ അല്ലെങ്കിൽ ഇസ്രായേൽ വിരോധമൊക്കെ മാറാൻ പോകണം. ഒരു ടോട്ടൽ റീഅലൈൻമെന്റ് ആണ് നമ്മുടെ ലോകത്തിന് മൊത്തം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ലതിനാണെന്നാണ് എൻ്റെ അഭിപ്രായം.